കോൺഗ്രസ്സുകാർക്ക് മാത്രം അത് ഞങ്ങളുടെ വിജയമാണെന്ന് അവകാശപ്പെടാൻ ഒക്കത്തില്ല. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ വിജയമാണ്. പൊറുതിമുട്ടിയ ജനം മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്നും അതുകൊണ്ടാണ് UDF ഇത്ര വലിയ വിജയമുണ്ടായതെന്നും അത് UDF മാത്രം മിടുക്കായി പറയാനാകില്ല എന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കോൺഗ്രസിൽ നിലവിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളോട് പ്രതികരിക്കാനില്ല എന്നും ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കഴിവും അനുഭവ സമ്പത്തുമുള്ളവർ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ് NSSന്റെ നിലപാടെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കി. BD സതീശന്റെ നിലപാടുകളോട് ഇപ്പോഴും NSSന് വിയോജിപ്പുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് കൃത്യമായ സമദൂര നിലപാടാണ് സ്വീകരിച്ചതെന്നും G. സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്നു നമ്മുടെ രാജ്യത്തെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാറ്റം ആവശ്യം അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ജനങ്ങൾ സഹകരിച്ച് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. അത് കോൺഗ്രസ്സുകാരതിനകത്ത് ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മാത്രം അത് ഞങ്ങളുടെ വിജയമാണെന്ന് അവകാശപ്പെടാൻ ഒക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ വിജയമാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ മുതൽ തുടങ്ങിയതാണ്. ഈ മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ തന്നെ PD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയൊക്കെ പേര് സജീവമായി തന്നെയുണ്ട്. ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടത്തില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. അർഹതയുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പണ്ട് ഈ താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയൊരു പ്രതികരണം വലിയ വിവാദമായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള പ്രതികരണങ്ങൾക്കൊന്നുമില്ല. സാഹചര്യം അല്ല ഇന്ന്. അത് അവർ ഒരു കൂട്ടർ അതിൻ്റെ സാമുദായികപരമായിട്ട് അവകാശം ചോദിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ മിണ്ടായിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. ഈ പ്രതിപക്ഷത്തെ നയിച്ചത് VD സതീശനാണ്. VD സതീശൻ തന്നെ വരട്ടെ എന്ന തരത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. NSSന്റെ മനസ്സ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണോ? അങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? ആർക്ക്? NSSന്റെ എൻ്റെയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെ വേണേ അവർ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അർഹത നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. അല്ല, ഈ താക്കോൽ സ്ഥാനം പറഞ്ഞത് ആ ഒരു അർഹത പരിഗണന ഇത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത്തവണ അതുപോലെ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതുപോലെ അല്ലല്ലോ. ഇത്തവണ പറയുന്നത് നിങ്ങൾ ചോദിച്ചത് ആരും മുഖ്യമന്ത്രിയാകണം, ഈ 3 പേരിൽ ആരും മുഖ്യമന്ത്രിയാകണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ചോയ്സ് ഒന്നുമില്ല. ആരെ വേണേ ആയിക്കോട്ടെ. ബാക്കിയുള്ള മന്ത്രിസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഒക്കെ വരുമ്പോൾ NSSനും കൂടി അല്ലെങ്കിൽ അല്ല, അത് സമുദായത്തിന്റെ വരുമ്പോൾ ജനങ്ങൾ സഹകരിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിൽ, രാഷ്ട്രീയത്തിനുപരി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനോടുള്ള സമീപനം എന്താണെന്ന് അറിയട്ടെ. ഗവൺമെന്റിന് ജനങ്ങളുള്ള സമീപനം എന്താണെന്ന് അറിയട്ടെ. ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയിരുന്ന സർക്കാരാണ്. പക്ഷേ ഈ ഹിന്ദു വോട്ട് ഉൾപ്പെടെ ഭിന്നിച്ചു പോയി, NSS വോട്ടൊക്കെ തന്നെ സ്പ്ലിറ്റായി പോയി എന്നൊരു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. ഇവിടെ ചർച്ചാ വിഷയമായി വന്നത് ഇതാണ്. അതുൾപ്പെടെ ആഗോള ഇവിടെ ശബരിമല വിഷയം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തു അവർ എന്നുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം അവർ കണ്ടില്ല. പക്ഷെ അതിനായിട്ട് ഒരു ടൂളായിട്ട് അവർ കണ്ടത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇങ്ങനൊരു ഭൂരിപക്ഷം കിട്ടിയത് ജനങ്ങൾ സഹകരിച്ചിട്ടാണ്, അല്ലാതെ മുഴുവൻ കോൺഗ്രസ്സുകാർ ആണ് വോട്ട് ചെയ്തതെന്നൊന്നും ആരും. നിലവിലെ ഭരണം മാറണമെന്ന് ജനങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. നിലവിലെ ഭരണം മാറണമെന്ന് ജനങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ. അത് മാറേണ്ടത് ഇപ്പോൾ അവസാനം വന്നപ്പോൾ അത് മാറേണ്ടതാണെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ ആയിട്ടും അടുപ്പം വെക്കാൻ സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ അവസാന ഘട്ടത്തിൽ. അതൊന്നും ഫലം കണ്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സർക്കാർ, ഇത് കഴിഞ്ഞ സർക്കാർ അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ ഞങ്ങൾ. അതെ.
ശബരിമല സ്വർണ്ണക്കുള്ള വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ടല്ലേ? അതൊക്കെ ഇതിനകത്ത് വരും. ഈ താക്കോൽസ്ഥാനം പോലെയുള്ള പ്രസ്താവനകൾ നിലവിലെ സാഹചര്യത്തിൽ NSS നടത്തേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും മനസ്സ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ് എന്നൊന്നും പറയത്തില്ല. സീനിയർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഇല്ല, അത് ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാനത് പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഞങ്ങൾ സമദൂരം പാലിച്ച് നയിക്കുന്നു. കോൺഗ്രസ് ജയിച്ചു, ജനങ്ങളുടെ സഹായം കൊണ്ട് ജയിച്ചു. അവർ ഒരു ഇതുണ്ടാക്കുമ്പോൾ, മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അവരവരുടേതായ ഇക്വേഷനും അത് ഇതൊക്കെ നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ആര് വന്നാലും എതിർക്കില്ല. ആര് വന്നാലും എതിർക്കില്ല. ഈ പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ഇന്നലെ വിജയിച്ച ചാമക്കാല ഇവിടെ വന്നിരുന്നു. പത്തനാപുരത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ NSS ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ? അവിടെ പത്തനാപുരത്ത് സംഭവിച്ചത് ഗണേശൻ്റെ താലൂക്കിനും പ്രസിഡന്റ് സ്ഥാനം പോയി. അത് കോറം തികയാതെ കൂട്ടത്തിലുണ്ടായിരുന്നവർ രാജിവെച്ച് മാറിയതുകൊണ്ടാണ് ഇയാളുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചു. അപ്പം അവിടെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ട് NSSൻ്റെ ചുമതലയാണ്. അത് ഒരു അഡ്വ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി അങ്ങനെയാണ് ഗണേശൻ്റെ സ്ഥാനം പോയത്. അവിടെ NSS വോട്ട് ഗണേശന് കിട്ടിയില്ല എന്നൊരു NSSൻ്റെ വോട്ട് അത് പറയാനൊന്നും നോക്കത്തില്ല. ഇവിടുന്ന് ഒരു സർക്കിളിലും ആർക്കും കൊടുത്തില്ല, ഒരിടത്തും കൊടുത്തില്ല. എങ്ങനെ ചെയ്യണമെന്നോ വിളിച്ചു പറിച്ചിലോ ഒന്നും ഉണ്ടായില്ല. അയാൾക്കറിയാമല്ലോ. കൊട്ടാരക്കരയിൽ സമാനമായ അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ ബോർഡ് മെമ്പറല്ലേ. കൊട്ടാരക്കരയിലും സമദൂരമായിരുന്നു അവിടെ. അതെ. ഈ ലീഗ് 22 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അവർ ഇത്തവണയും കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യത ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നൊക്കെ തരത്തിൽ പല ചർച്ചകളുണ്ട്. അവർ തീരുമാനിച്ചോട്ടെ. ഈ 3 പേര് നമ്മുടെ സമുദായത്തിലുള്ള ആരെയാലും കുഴപ്പമില്ല അല്ലേ? അല്ലല്ല, എനിക്ക് ആ സമുദായം അല്ലല്ലോ പ്രധാനം. ജനാധിപത്യമാണ്. അതിനകത്ത് ഈ സമുദായം തിരിച്ചുള്ള കാൽക്കുലേഷൻ. പിന്നെ ചിലർ സമുദായപരമായിട്ടുള്ള ഡിമാൻഡുകൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളതിനെ എതിർത്തു. അന്ന് ഈ VD സതീശൻ്റെ അന്നത്തെ ഈ സമുദായ തിണ്ണകൾ നിരങ്ങാറില്ല എന്നൊരു പ്രസ്താവന, അത് തിരിച്ചു പറയുകയാണെങ്കിൽ, മാപ്പ് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറുമോ? മാപ്പ് പറയാനുള്ള സമയമൊക്കെ കഴിഞ്ഞില്ലേ? അത് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനതിന് മറുപടി പറഞ്ഞില്ല. NSS എടുത്തിരുന്ന നിലപാട് അത് ശരിയായി എന്ന് ഈ മത്സരഫലം വന്നപ്പോൾ NSS സ്വീകരിച്ച നിലപാടുണ്ടല്ലോ സമദൂരം. തീർച്ചയായിട്ടും ഉണ്ട്. NSSൻ്റെ നിലപാട് ഇതിനകത്ത് ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തികളിലെ പ്രശ്നമാണോ ഈ കനത്ത തിരിച്ചടിക്ക് കാരണമായി? ആയിരിക്കണമല്ലോ. ധർമ്മടത്ത് പിണറായി വിജയൻ വരെ 7 റൗണ്ട് പിന്നിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പിണറായിക്ക് മാറണമെന്ന തരത്തിലൊരു വലിയ ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കോട്ടകൾ പലതും പൊളിയുന്നത് കണ്ടു, പയ്യന്നൂരും വെളിപ്പറമ്പും ഒക്കെ. ഞാൻ അതിനെപ്പറ്റി ഒന്നും മറുപടി പറയാം. ഞങ്ങൾക്ക് അർഹതപ്പെട്ട മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യം പറയത്തില്ല. ഈ എന്തായാലും ഈ മന്ത്രിസഭാ രൂപീകരണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ശേഷം പറയാം. രൂപീകരണം ഞങ്ങളല്ലോ നിരീക്ഷിക്കേണ്ട മറ്റാളുകളുണ്ട്, MLA-മാർ. അതിലും മനസ്സ് RC-ക്കൊപ്പമാണ്. ഞാനിത് പറഞ്ഞല്ലോ, എനിക്ക് ആര് മുഖ്യമന്ത്രി ആകുന്നതിലും പക്ഷെ അതിനൊരു മാനദണ്ഡം വേണം. കാരണം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഈ ചെന്നിത്തലയുടെ ഫോട്ടോ ഇവിടെ ഈ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് അദ്ദേഹം എങ്ങനെ അന്ന് വന്നതിൻ്റെ അല്ല, അയാൾ എൻ്റെ ഒരു സഹോദരനല്ലേ. ഞാൻ ഇവിടെ പഠിച്ചതാണ്, കോളേജിൽ പഠിച്ചതാണ്. ഒരു ഒക്കേഷനിൽ ഇവിടെ വന്നപ്പം എടുത്ത ഫോട്ടോയാണ്. ചെന്നിത്തല യോഗ്യനാണോ ശരിക്കും മുഖ്യമന്ത്രിയാകാൻ? യോഗ്യനാണോ? യോഗ്യതയുണ്ടോ? അത് വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ്, അങ്ങനെയില്ലെന്ന് പറഞ്ഞല്ലോ. അത് തീരുമാനിക്കുക ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. യോഗ്യനാണ്. പക്ഷെ നിലവിലുള്ളതിൽ അല്ല, യോഗ്യനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാണ്. അതെന്തിനാ തിരിച്ചു നിങ്ങൾ? ശരി. ശരി.